അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇൻഷാ അല്ലാഹ് നമ്മൾ അടുത്തതായിട്ട് ഖുർആൻ തജ്വീദ് സഹിതം പഠിക്കാനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് സൂറത്തുൽ വാഖിഅയാണ്. വാഖിഅ മക്കയിൽ അവതീർണമായത്. അദ്ധ്യായം 56, വചനങ്ങൾ 96. നമ്മുടെ പ്രവാചകൻ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. നിങ്ങളിൽ ഏറ്റവും ഉത്തമർ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു നമ്മെ ഏവരെയും അക്കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് നമുക്ക് സൂറത്തുൽ വാഖിഅ ഓതി തജ്വീദ് നിയമങ്ങൾ പഠിക്കാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إذا وقعت الواقعة. ഓക്കെ, തജ്വീദ് നിയമം നോക്കാം. ദാലിൻ്റെ തൊട്ടടുത്ത് തന്നെ സാധാരണ മദ്ദായ അലിഫ് മദ് വന്നിട്ടുണ്ട്. രണ്ടനക്കം മാത്രം നീട്ടി ഓതിയാൽ മതി കേട്ടോ. ഇദാ വഖഅതി വ എന്ന് നമ്മൾ ഉച്ചരിക്കുമ്പോൾ ചുണ്ടിനെ റൗണ്ടിൽ സർക്കിളാക്കിയിട്ട് വേണം ഉച്ചരിക്കാനായിട്ട്. ഓക്കെ, ചുണ്ടിനെ റൗണ്ടാക്കി പിടിക്കുക, വട്ടത്തിൽ. ഓക്കെ, ഉവ. ഇദാ വഖഅതിൽ വാഖിഅ. നോക്കൂ, ഖാഫ് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു അക്ഷരമാണ് ഖാഫ്. നാവിൻ്റെ മൊരട് ഭാഗത്ത് നിന്നാണ് ഖാഫ് വരുന്നത് അല്ലേ? ഓക്കെ, അപ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചോതുക കേട്ടോ. വഖഅതിൽ വാഖിഅ. ഇവിടെയും ഒരു അലിഫ് മദ് വന്നിട്ടുണ്ട്. രണ്ടനക്കം നീട്ടിക്കൊടുക്കുക കേട്ടോ. ഇവിടെ നിർത്തുമ്പോൾ ഒരു താ വരുന്നുണ്ട് അല്ലേ? നമ്മളിവിടെ വഖഫ് ചെയ്യുന്നത് കൊണ്ട് ചെയ്യുമ്പോൾ ആ താഇനവിടെ ശബ്ദം വേണ്ട കേട്ടോ. നമ്മളവിടെ വഖഫ് ചെയ്യുകയാണെങ്കിൽ നമ്മളവിടെ ശബ്ദം കൊടുക്കേണ്ട. കൂട്ടി ചേർത്ത് ഓതി പോകുമ്പോഴാണ് ആ താഇന് അവിടെ സൗണ്ട് വരിക. ഓക്കെ, കൂട്ടി ചേർത്ത് ഓതി പോകുമ്പോൾ എങ്ങനെ ഓതും? ഇദാ വഖഅതിൽ വാഖിഅതു ലൈസ ലിവഖഅതിഹാ. ഇങ്ങനെ ഓതിപ്പോവാം. അപ്പം ഈ താഇന് ഇവിടെ സൗണ്ട് വരും. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നിർത്തുകയാണെങ്കിൽ, വഖഫ് ചെയ്യുകയാണെങ്കിൽ താഇനവിടെ എന്തില്ല? ഉച്ച അതിനവിടെ ശബ്ദമില്ല. ഓക്കെ, എന്ത് ശബ്ദമാണ് അവിടെ ഉള്ളത്? പക്ഷെ ഒരു ശബ്ദം ഉണ്ട്. എന്ത് ശബ്ദം? വാഖിഅ. ഒരു ഹ സൗണ്ടാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ, എങ്ങനെ ഓതും? ഇദാ വഖഅതിൽ വാഖിഅ. ഓക്കെ, അടുത്തായിട്ട് ലൈസ ലിവഖഅതിഹാ കാദിബ. തജ്വീദ് നിയമം നോക്കാം. ലൈസ ലിവഖഅതിഹാ. ഖാഫ് ഇവിടെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാനുള്ള ഖാഫാണ്. ഖാഫ് കൽക്കലയുടെ ലെറ്റർ ആണ് അല്ലേ? നമുക്കറിയാം, കൽക്കലയുടെ ലെറ്റേഴ്സിന് സുക്കൂന് വന്നാൽ ഫുള്ള് സുക്കൂൻ അവിടെ കൊടുക്കണം. ഓക്കെ, വഖഅതിഹാ ഇവിടെ രണ്ടനക്കം നീട്ടി കൊടുക്കുക കേട്ടോ. വഖഅതിഹാ കാദിബ. കാഫിൻ്റെ കൂടെയും അലിഫ് മദ് വന്നിട്ടുണ്ട്, സാധാരണ മദ്. രണ്ടനക്കം നീട്ടി കൊടുക്കുക. കാദിബ ഇവിടെയും നിർത്തുമ്പോൾ ത വരുന്നുണ്ട്. അപ്പോൾ നമ്മളവിടെ നിർത്തുന്ന സ്ഥലത്ത് ത വരുമ്പോൾ നമ്മളവിടെ തഇന് ഉച്ചാരണം കൊടുക്കേണ്ടതില്ല. ഓക്കെ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. കാദിബ ഒരു ഹ സൗണ്ടാണ് വരേണ്ടത് കേട്ടോ. തഇൻ്റെ സൗണ്ട് വരാൻ പാടില്ല, ഒരു ഹ ഇൻ്റെ സൗണ്ട് വരണം. കാദിബ. ഓക്കെ, മൂന്നാമത്തെ ആയത്തൊന്ന് ഓതി നോക്കാം. ഖാഫിദത്തുർ റാഫിഅ. തജ്വീദ് ഒന്ന് നോക്കാം. ഖാഫിദത്തു. ഖാൻ്റെ കൂടെ സാധാരണ മദ്ദായ അലിഫ് മദ് വന്നിട്ടുണ്ട്. രണ്ടനക്കം നീട്ടിക്കൊടുക്കണേ. ഖാഫിദ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ളാദ് എന്ന് പറയുന്ന അക്ഷരം? വായ നിറച്ച് പറയേണ്ട അക്ഷരമാണ്, ഉയർത്തി പറയേണ്ട അക്ഷരവുമാണ്. ഓക്കെ, ഖാഫിദത്തുർ റാഫിഅ.
നോക്കൂ, തെൻവീന് ശേഷം റോ വന്നു അല്ലേ. തെൻവീന് ശേഷം റോ വന്നാൽ കൂട്ടിച്ചേർത്ത് ഓതണം, പക്ഷെ അവിടെ മണിക്കാൻ പാടില്ല. ഓക്കെ, കൂട്ടിച്ചേർത്ത് ഓതുക. എങ്ങനെ ഓതും? ഖാഫിദത്തുർ റാഫിഅ. ഓക്കെ, റോൻ്റെ കൂടെ അലിഫ് മദ് വന്നിട്ടുണ്ട്, രണ്ടനക്കം നീട്ടി കൊടുക്കണം കേട്ടോ. റാഫിഅ. പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് ഐനാണ്, അവിടെ അ എന്ന് ഓതരുത് കേട്ടോ. അ അ റാഫിഅ. ഓക്കെ, ഇവിടെയും താഇന് നമ്മൾ മുമ്പൊക്കെ പറഞ്ഞതുപോലെ തന്നെ താഇന് ഒരു ഉച്ചാരണം, താഇൻ്റെ ഉച്ചാരണം നമ്മൾ കൊടുക്കരുത്. അവിടെ ഒരു ഹ എന്നുള്ളൊരു സൗണ്ടിലാണ് നമ്മൾ ഓതുന്നത് കേട്ടോ, നിർത്തുന്നത് കേട്ടോ. ഓക്കെ, അടുത്തത് നാലാമത്തായ ഇദാ റുജ്ജത്തിൽ അർദു റജ്ജ. ഇദാ റുജ്ജത്തി, അലിഫ് മദ് രണ്ടനക്കം നീട്ടി കൊടുക്കുക. റുജ്ജത്തി, ജീമിൻ്റെ മുകളിൽ ഷദ്ദുണ്ട്, ജീമിനെ ഒന്ന് കനപ്പിച്ച് കൊടുക്കുക കേട്ടോ. ജ. റുജ്ജത്തിൽ അർദു, നമ്മൾ പറഞ്ഞതാണ്, നമ്മൾ പഠിച്ചതാണല്ലേ മുമ്പൊക്കെ ഹംസത്തുൽ വസ്ലിൻ്റെ കാര്യം. നടുക്ക് വരുമ്പോൾ ഹംസത്തുൽ വസ്ലിന് എന്തില്ല? ശബ്ദമില്ല. ഒരു ആയത്തിൻ്റെ ആരംഭത്തിൽ വരുമ്പോൾ മാത്രമേ ഹംസത്തുൽ വസ്ലിന് എന്തുള്ളൂ? ശബ്ദമുള്ളൂ അല്ലേ. ആ, ഇ, ഉ എന്നിങ്ങനെയുള്ള ശബ്ദങ്ങൾ ഹംസത്തുൽ വസ്ലിന് വരും, പക്ഷെ അത് ആയത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ വരുമ്പം മാത്രമാണ്, നടുക്ക് വരുമ്പം ശബ്ദമില്ല കേട്ടോ. കൂട്ടിച്ചേർത്ത് ഓതി പോവുക ചെയ്യുക കേട്ടോ. റുജ്ജത്തിൽ, കണ്ടോ, ഇതുപോലെ കൂട്ടിച്ചേർത്ത് അങ്ങ് ഓതും. റുജ്ജത്തിൽ അർദു റജ്ജ. റജ്ജ, ഇവിടെ നിർത്തുമ്പോൾ എന്ത് ചെയ്യണം? അലിഫ് മദ് വന്നിട്ടുണ്ട്, രണ്ടനക്കം നീട്ടിയിട്ട് വേണം നിർത്താനായിട്ട്. ഓക്കെ, അഞ്ചാമത്തായ വബുസ്സത്തിൽ ജിബാലു ബസ്സ. വബുസ്സതി, ഉവ എന്ന് പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ മുകളിൽ പറഞ്ഞു ചുണ്ടിനെ വട്ടത്തിൽ സർക്കിളാക്കി കൊണ്ടുവേണം ഉവ 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 പറയാനായിട്ട് കേട്ടോ. ഉവ. ഓക്കെ, ഉവ. വബുസ്സതി, സീനിൻ്റെ മുകളിൽ ശ്രദ്ധയുണ്ട്, എന്ത് ചെയ്യണം? ഒന്ന് കനപ്പിച്ചോതുക കേട്ടോ. സ. വബുസ്സത്തിൽ ജിബാലു. ജിബാലു രണ്ടനക്കം നീട്ടി കൊടുക്കണേ. ജിബാലു ബസ്സ. ബസ്സ, ഇവിടെ സീനിന് ശ്രദ്ധയുണ്ട്, എന്ത് ചെയ്യാം? ഒന്ന് കനപ്പിച്ചു കൊടുക്കുക. മാത്രമല്ല മദ്ദും വന്നിട്ടുണ്ട്, രണ്ടനക്കം നീട്ടി ഓതിയിട്ട് നിർത്തുക കേട്ടോ. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.